കാര്യങ്ങളാണ്. കാരണം ആ കുട്ടിനെ കൊല്ലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു ഒരു ഇതറിയായിരുന്നു, മരിച്ച വിവരം അറിയായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. അയാളുടെ പല്ല് പൊന്തിയോനെ എന്നാണ് കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ചെക്കന്മാരെ വിളിക്കുക. ആ പ്രായത്തിലുള്ള കുട്ടിക്ക് അത് എത്രത്തോളം ഇൻസൾട്ട്. മോള് ജീവിതം മടുത്തിട്ടൊന്നുമല്ല എന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, യാസിറാണ് പൂക്കോട്ടുംപാടം. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് മമ്പാട് MES കഴിഞ്ഞ ഡിസംബർ 9 അതായത് വളരെ മനപ്രയാസത്തോടു കൂടി ആത്മഹത്യ ചെയ്ത ഫാത്തിമ ഫിദ എന്ന് പറയുന്ന ആ ഒരു മോളുടെ ഉപ്പയും ഉമ്മയും അതേപോലെ തന്നെ സഹോദരൻ്റെ ഭാര്യയും അടക്കം നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കൊക്കെ മക്കളുണ്ടല്ലോ. നമ്മളെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്നാൽ നമ്മളെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ, അതായത് വളരെ വലിയ മാനസികപരമായ ഹരാസ്മെൻറ്റ് ചെയ്ത് ഒരു കുട്ടി ഈ ലോകത്ത് എല്ലാവിധത്തിലുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, നോക്കൂ, ഞാൻ ഇവരുടെ അനുഭവം ഇവർ തന്നെ പറയും. കാരണം ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ഈ വിഷയത്തങ്ങളെ മുമ്പിലേക്ക് വെക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ആമുഖമായി സൂചിപ്പിക്കണം. ഒന്ന്, അധ്യാപകർ സ്വന്തം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ അവരൊന്നും ഇങ്ങനെ ചെയ്യരുത്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് അവരെ കെയർ ചെയ്ത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ തനിച്ചാക്കാതെ, അവരുടെ മാനസിക പ്രയാസം നമുക്കറിയില്ല, അങ്ങനെ തനിച്ചാക്കാതെയൊക്കെ മുന്നോട്ട് പോയി അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഫാത്തിമ ഫിദ എന്ന് പറയുന്ന ആ മോളുടെ ഉപ്പ ഷാജാൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമ്മ നസീഹ ഫർസാന, അതേപോലെ തന്നെ നിങ്ങളെ പേര് നദീറ. ഷാജാൻ സാഹിബ്, ഇതിൽ ഇപ്പോൾ എന്താണ് നിങ്ങളെ മോൾക്ക് അന്ന് സംഭവിച്ചത്? പല ആളുകളും പല കോലത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ അതിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല, ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. എന്താണ് മോളുടെ കാര്യത്തിൽ ഉണ്ടായത്? 9 ഒരു 10:38 മോളുടെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് വന്ന് മോള് കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട്, അപ്പം നിർബന്ധമായിക്കൊണ്ടും സ്കൂളിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ സമയത്ത് വണ്ടൂരാണ്. നിങ്ങളല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടും സ്കൂളിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഭാര്യനെ വിളിച്ചു. ഇങ്ങനെ മോളിങ്ങനെ കോപ്പി അടിച്ച് പിടിച്ചു എന്നാണ് പറയണത്. അപ്പോഴും വേറൊരു CDSൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. വന്ന് ഞങ്ങൾ തന്നെ പോവേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ 11:45 ഞാൻ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയ സമയത്ത് നമ്മുടെ സുഹൃത്തുണ്ട് ഷബീർ, ഓഫീസിൽ വർക്ക് ചെയ്യണേ. പക്ഷേ മോനെ കണ്ട പഠനം ചോദിച്ചു, എന്താ ഷാജാനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളിങ്ങനെ കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞു. എന്തായാലും ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനവിടെ ഇരുന്നു. ഒരു 5 മിനിറ്റിനകത്ത് മോള് വന്നു. കൂടെ ഹാഫിസ് എന്ന് പറഞ്ഞ മാഷും വന്നു. എന്നെ കണ്ടപാട് മോള് കരയാണ് ചെയ്തത്. എന്നെ കണ്ടപാട് മോള് കരഞ്ഞു. ആ കരഞ്ഞ് അതിൽ ഹാഫിസ് മോളോട് പറഞ്ഞു, കോപ്പി അടിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് എൻ്റെ കൂടെ വിട്ടു. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മോള് വല്ലാണ്ട് തന്നെ എന്നോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങാടിക്ക് പോകാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ പറഞ്ഞതാണ്. ഒരക്ഷരം മിണ്ടാണ്ട് എൻ്റെ കൂടെ വന്നു. ഞാൻ വീട്ടിലിറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നമസ്കരിക്കാൻ പോയ സമയത്ത് മോളുടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവരെ ഒരു അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നേരം സംസാരിച്ചിരിക്കുന്നൊരു പ്രകൃതമാണ് മോൾക്കുള്ളത്. എല്ലാവരെയും പരിചയമുള്ളവരോട് കൂടുതൽ നേരം സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള മോള് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള ടെൻഡൻസി കാണിച്ചത്. അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനിനി എങ്ങനെ സ്കൂളിലേക്ക് വരും, അല്ലെങ്കിൽ ഞാനിനി എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും? ആ ഒരു ചോദ്യത്തിന് ഉത്തരം അവൾ കണ്ടെത്തിയത് ഈ രീതിയിലേക്കാണ്. സ്വയം ജീവൻ അവസാനിപ്പിക്കുക. എൻ്റെ മോള് ജീവിതം മടുത്തിട്ടൊന്നുമല്ല എന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. ഈ വെക്കേഷനിൽ പോലും ഒരു ടൂറിലേക്ക് മറ്റ് സംഗതിയിലേക്കൊക്കെ പോകാൻ തയ്യാറായിട്ട് എല്ലാ അർത്ഥത്തിലേക്കും ഓരോ ദിവസവും എങ്ങനെയാവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പ്ലാനിങ്ങുള്ള മോളാൻ്റെത്. ഒരിക്കലും ജീവിതം മടുത്തിട്ട് ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക്
എൻ്റെ കുട്ടിയുടെ മനസ്സ് പാകപ്പെടുത്തിയത് അവിടെയുള്ള മാഷന്മാരാണ്. അത് ഞാൻ എൻ്റെ അടുത്ത് അവരുടെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ 19ഓളം വിദ്യാർത്ഥികൾ എന്നെ കാണാൻ വന്നു. അവരെന്നോട് പറഞ്ഞു, ഉപ്പ അവിടെ നടന്നത് ഇങ്ങനെയാണ്. കാരണം കുട്ടി എക്സാം ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പം അവളെ എക്സാമിൽ ഇൻചാർജ് ആയിട്ടുള്ള അവരുടെ പേര് സാജിദ ടീച്ചർ മോളെ എക്സാമിൽ കോപ്പി അടിച്ചത് പിടിച്ചു. ആ പിടിച്ചിട്ട് എല്ലാവരും ഇടയിലും സ്വാഭാവികം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, എക്സാമിൽ കോപ്പി അടിച്ച് പിടിച്ചാൽ മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് അവൾ എണീപ്പിച്ച് നിർത്തി അതെല്ലാവരും അറിയിച്ചു. അത് കഴിഞ്ഞ് എക്സാം കോർഡിനേറ്ററായിട്ടുള്ള ഹാഫീസ് എന്ന് പറയുന്ന സാറിനെ ഏൽപ്പിച്ചു. മൂപ്പര് എൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട് സതീഷ് വർക്കി എന്ന് പറയണ തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സിൽ എക്സാം ഇൻചാർജ് ആയിട്ടുള്ള ആ സതീഷ് വർക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി. മൂപ്പര് ഓൾറെഡി അവിടെ ഒരു ക്ലാസ്സിലെ എക്സാമിൻ്റെ ഇൻചാർജാണ്. ആ സ്ഥാനത്ത് നിന്ന് ആ ക്ലാസ്സിലേക്ക് വേറൊരു ടീച്ചറെ, ആ ടീച്ചറെ പേരെന്താ, ബബിത ടീച്ചർ ചുമതലപ്പെടുത്തിയിട്ട് ഈ സതീഷ് വർക്കിയും അതേപോലെ തന്നെ ഹാഫിസും കൂടി എൻ്റെ കുട്ടീനെ 7 മിനിറ്റോളം സംസാരിച്ചു. ഈ 7 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കുട്ടീനെ എക്സാം ഹാളിലേക്ക് പറഞ്ഞയച്ചു. ബാക്ക് ബെഞ്ചിലെത്തിയിട്ട് എക്സാം എഴുതിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. ഈ ഒരു 7 മിനിറ്റോളം അന്നേ ദിവസം 3 കുട്ടികളെ എൻ്റെ മോളെ കൂടാണ്ട് വേറെ 2 കുട്ടികളെ കൂടിയും കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരോടൊന്നും കാണിക്കാത്ത ഒരു മെൻ്റലി ഹറാസ്മെൻറ്റ്. കാരണം ഇനി അങ്ങോട്ടേക്ക് നീ ജീവിക്കണ്ട എന്നുള്ള തലത്തിലേക്ക് എൻ്റെ കുട്ടീൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് ഈ മാഷുമാർ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ കുട്ടീനോട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ആ തലത്തിലേക്ക് കാരണം പൊതുവെ എന്നെ ഇത് സംഭവിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നപ്പോഴും അധ്യാപനത്തിലിരിക്കുന്ന മാഷുമാർ കാണാൻ വന്നപ്പോഴൊക്കെ പറയണത് എന്താണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ആ കുട്ടീനെ കൊല്ലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു വിദ്യാർത്ഥീൻ്റെ മാനാഭിമാനം തകർക്കുന്ന രീതിയിലേക്ക് മറ്റു കുട്ടികളുടെ ഇടയിൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് 7 മിനിറ്റ് മറ്റു കൂടെ 2 ആളെ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരോടൊന്നും കാണിക്കാത്ത രീതിയിലേക്ക് എന്താണ് എൻ്റെ മോളോട് 7 മിനിറ്റ് ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. എൻ്റെ മകളെ ഇത്രമാത്രം ഒരു ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എന്താണ് ഈ മാഷന്മാർ എൻ്റെ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നിലമ്പൂർ സ്റ്റേഷനിലും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ മലപ്പുറം SP-ക്കൊക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അന്വേഷണം നടന്നു വരുന്നുണ്ട്. നാട്ടിലെ മറ്റു ജനകീയ കമ്മിറ്റികളൊക്കെ സ്കൂളിലൊക്കെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. അവരൊക്കെ ഇതിനകത്ത് എന്താണ് നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഉപ്പ എന്നുള്ളത് എനിക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി എൻ്റെ മോൾക്ക് സംഭവിച്ചതുപോലെ MES എന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടികൾക്കും ഇനി ഇതേ രീതിയിലേക്ക് സംഭവിക്കാൻ പാടില്ല. കാരണം ഇനി ഒരു ഫാത്തിമ ഫിദ മമ്പാട് MES ആവർത്തിക്കാൻ പാടില്ല. പൊതുവേ അവിടെ സംസാരം MES എന്ന ഒരു ജയിലറാന്നുള്ളതാണ്. കാരണം മറ്റു കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ബോഡി ഷെയ്മിങ്, എടാ പല്ല് പൊന്തിയവനെ, ആ രീതിയിലേക്കൊക്കെ ഇൻസൾട്ട് എന്ന രീതിയിലേക്കാണ്. അത് കുട്ടികളോട് മാഷ് വിളിക്കുന്ന ഇതാണ്, എടാ പല്ല് പൊന്തിയവനെ, ബോഡി ഷെയ്മിങ്. എടാ പല്ല് പൊന്തിയവനെ എന്നാണ് കുട്ടികളെ കൂട്ടത്തിൽ നിന്ന് ചെക്കന്മാരെ വിളിക്കുക. അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികൾ എത്രത്തോളം ഇൻസൾട്ട്. എൻ്റെ കുട്ടിൻ്റെ മനസ്സിന് അത്രമാത്രം അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് വേദനിപ്പിച്ച ആ അധ്യാപകർക്ക് തക്കതായ നിയമ നടപടി അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങണം. ഉമ്മാനോട് മോളെന്തെങ്കിലും അങ്ങനെ അന്ന് അതിന് ഞാൻ വന്നപ്പോത്തിനെല്ലാം കഴിഞ്ഞു. ഞാൻ 2 മണി കഴിഞ്ഞു വന്നപ്പോ. നിങ്ങളെന്താ ജോലി ഉണ്ടോ? അല്ല, ഞാൻ അവിടെ വണ്ടൂര് ഒരു CD കുടുംബശ്രീൻ്റെ കീഴിൽ ഒരു ഹോം ബേക്കേഴ്സിനുള്ള ഒരു മീറ്റിങ്ങും അവിടെ ഒരു ടൗൺ സ്ക്വയർ ഉണ്ടല്ലോ, വണ്ടൂർ ടൗൺ സ്ക്വയർ, അവിടെ അടുത്ത ആഴ്ചയിൽ ഒരു കേക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ടൈം. പിന്നെ പങ്കെടുക്കണ ഹോം ബേക്കേഴ്സിനുള്ളൊരു മീറ്റിങ്ങും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. മോളോട് ഞാൻ രാവിലെ ആ മീറ്റിങ്ങിന് പോണ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് പെട്ടെന്നൊരു ഇല്ല, എന്നെ ഇക്കാണ് വിളിച്ചത്. ഒരു 11 മണിയാവുന്ന ടൈമിൽ 10:58 എനിക്ക് വിളിച്ചത്. ആ വിളിച്ച സമയത്ത് ഞാൻ വണ്ടൂർ ചെന്ന് ബസ് ഇറങ്ങണേ ഉള്ളൂ, സ്റ്റാൻഡിലാണ്. വീട്ടിൽ ഞാൻ ആ ബസ്സിൽ വണ്ടൂരിൽ നിന്ന് കയറിയ സമയത്ത് ആ ബസ്സിൽ ഏകദേശം ആൾക്കാർക്കും, ഞങ്ങളെ മുന്നിലൂടെ പാസ് ചെയ്യുന്ന ബസ്സാണ്, ആ ബസ്സിൽ ഏകദേശം ആൾക്കാർക്കും ഇതറിയായിരുന്നു, മരിച്ച വിവരം അറിയായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കൂടെ 1-2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കൂടെ ഞങ്ങൾ ഈ അടുത്ത ആഴ്ചക്കുള്ള ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ
പോരേനു. മോളെങ്ങനെ വീട്ടിലെങ്ങനെ ഒരു മൂകത ഉള്ള അങ്ങനെ അല്ല, വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികളെ പോലെ ആകെ ബഹളം, ആകെ അത്ര എൻജോയ് ചെയ്തിട്ട് തുറന്ന് എല്ലാം സംസാരിക്കണ ആളാ. എല്ലാ കാര്യങ്ങളും വീട്ടിൽ സംസാരിക്കണ ആളാ. അവിടെ പറയാൻ പോലും തന്നില്ല. അനിയന്റെ ഭാര്യ പേരെന്താണ്? നദീറ. നിങ്ങളേറ്റൊക്കെ എങ്ങനെ ഒരു മൊത്തത്തില് പിന്നെ നല്ല കമ്പനിയാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യലുണ്ട്. താത്താനോട് പറയാത്ത കാര്യങ്ങൾ വരെ എന്നോട് ഷെയർ ചെയ്യലുണ്ട്. ഞങ്ങളൊരു ഫ്രണ്ട്സിന്റെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യലുണ്ട്. അന്നോള് സ്കൂൾ വിട്ട് വന്ന് ഞാൻ മേലേന്നു. കുട്ടി ഉറങ്ങി എണീച്ചപ്പോൾ ഞാൻ മേലേന്നു. എൻ്റെ അടുത്തേക്ക് വന്ന് കാക്ക ഓളെ വീട്ടിലാക്കി പള്ളിയിൽ പോയി. ഓള് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഓള് സ്കൂൾ വിട്ട് വന്ന് വീട്ടിലാണ്. ഓള് സ്കൂൾ വിട്ടെന്ന് ആദ്യം വരല് കുട്ടീൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ എനിക്ക് ചെറിയ മോനാണ്. അപ്പോൾ കുട്ടീൻ്റെ അടുത്തേക്ക് വന്ന് കുട്ടീൻ്റെ അടുത്ത് അപ്പോൾ ഓളിങ്ങനെ കണ്ണ് കലങ്ങി കരഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇതിലോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മാമ എക്സാം ഭയങ്കര ടഫേനു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്തിനാ ടെൻഷൻ ആവണേ, ക്രിസ്മസ് അല്ലേ, ഫൈനൽ എക്സാം ഒന്നുമല്ലല്ലോ, നെക്സ്റ്റ് ടൈം നമുക്ക് റെഡി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കായിട്ടേ കാരണം ഞാൻ നിസ്കരിച്ചു. അപ്പം ഞങ്ങൾ നിസ്കരിച്ച് വരി എന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓള് താഴേക്ക് പോയതാണ്. പിന്നെ ഞാൻ താഴേക്ക് വരാൻ നോക്കുമ്പോൾ അവളെ അനിയനുണ്ടായിരുന്നു. വീട്ടിലന്ന് അനിയനും ഉണ്ട്. അവളെ അനിയനുണ്ട്. അനിയൻ്റെ കയ്യിലോള് കുട്ടീനെ കൊടുത്തേക്കണേ. അപ്പം ഡോറ് അടച്ച് അവൾ ഡ്രസ്സ് മാറുകയാണ്. ഡോറ് അടച്ചിട്ടാണുള്ളത്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ താത്ത താഴെയുണ്ട്, ഡ്രസ്സ് മാറാൻ പോയതാണ്. അങ്ങനെ കിച്ചണിലെത്തി ഞാൻ ചോറൊക്കെ വിളമ്പി കാക്ക ദിലു എവിടെ ചോദിച്ചാൽ അവൾ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ കാക്ക വന്ന് പിന്നെ ഡോറ് മുട്ടി, അവൾ തുറക്കണില്ല. അപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും തുറക്കാതെ ഞാനും വന്ന് നോക്കി. ഞാനും വിളിച്ചിട്ട് ഞാൻ ഡോറിങ്ങനെ വിളിച്ചിട്ട് അവൾ തുറക്കണില്ല. അപ്പോൾ ഡോറിങ്ങനെ മേലെ കുറ്റിയിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം ബെഡിലിങ്ങനെ ചെയർ കാണുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു കാക്ക എന്താ ബെഡിൽ, അപ്പോഴും എനിക്ക് ഇതാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ കാക്ക ബെഡിൽ ചെയർ എന്താണെന്ന് ചോദിച്ചു. അതിൽ കാക്കാൻ്റെ കയ്യിലാണ് അപ്പോഴും കുട്ടി. കാക്ക എനിക്ക് കുട്ടീനെ തന്നിട്ട് ഡോറ് ആക്കിയപ്പോൾ പിന്നെ നമ്മൾ അതില് പിന്നെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു ടീച്ചറെ കുറിച്ച് പിന്നെ പറഞ്ഞു. എന്താണ് അത് ഒന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ മനോഭാവം? മോള് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിൽ പോയി. കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ടീച്ചർ പിന്നെ കുട്ടികളെ പറഞ്ഞയച്ചു. മോൾ ഫിദ ഇറങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ട്. മോൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ ടീച്ചർ വന്ന് നോക്കുമ്പോൾ മോള് ബാത്റൂമിൽ തന്നെ. അപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. മോള് കരഞ്ഞോണ്ട് നിൽക്കുകയാണ്, ബാത്റൂമിൽ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. പുറത്തിറങ്ങി. അപ്പോൾ മോളെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. മോളെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ 2 ആൾ പോലെ കൂടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നപ്പം ടീച്ചർ വരാൻ പറഞ്ഞു, സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. പന വിളിച്ചിട്ടുണ്ട്, സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, ഞാനൊന്ന് ഓക്കെ ആയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് വലിയ ഷോ ഇറക്കൊന്നും വേണ്ട, എന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം, എന്നെ മാത്രമൊന്നുമല്ല വേറെ 2 കുട്ടികളെയൊക്കെ പിടിച്ചിരിക്കണേ, വേഗം സ്റ്റാഫ് റൂമിലേക്ക് അവിടെ വാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ടീച്ചർ പോയി. അതും കൂടി കേട്ടപ്പോൾ മോൾക്ക് ആകെ കൂടെയുള്ള ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ ടീച്ചർക്ക് ഇതിനെ കുറിച്ച് എന്താ അറിഞ്ഞിട്ടാ. നല്ലോണം അവിടെ നല്ല ഹറാസ്മെന്റ്. പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഒരുപാട് ആൾക്കാർക്ക് ദയനീയമായിട്ടുള്ള കഥകൾ ഓരോ കുട്ടികൾക്കും പറയാനുണ്ട് കേട്ടോ. മെന്റലി ടോർച്ചർ ചെയ്തതും ഹറാസ്മെന്റും ബോഡി ഷെയ്മിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറയാനുണ്ട്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റെ കുട്ടി തൻ്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം ടീച്ചർ ആ പടി ഇറങ്ങണം എന്നാ. അതാണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്നും ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ അങ്ങോട്ട് പോയി ഷെയ്ക്കാൻ്റെ കൊടുക്കും. അതാണ് അത്രമാത്രം നമ്മൾ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യും. ഈ MESലുള്ള ടീച്ചേഴ്സ്, കുറച്ച് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണില്ല, കുറച്ച് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. ഓരോ കുട്ടികൾക്കും പറയാനുള്ളത് അത്രയും ദയനീയമായിട്ടുള്ള കഥകളാണ്. ഒരു യൂട്യൂബിൽ ഈ ഫിദ മരിച്ചതായിട്ട് ഇത് യൂട്യൂബിൽ എന്താ പറയുക, ഇത് വീഡിയോസ് ഇട്ടപ്പം അതിൻ്റെ താഴെ കുറേ പൂർവ്വ വിദ്യാർത്ഥികൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഞങ്ങളും ആത്മഹത്യൻ്റെ വക്കിലെത്തിയതാണ്, ഓരോ ടീച്ചേഴ്സിൻ്റെ ഇത് കാരണം ഞങ്ങളും ആത്മഹത്യൻ്റെ പഠിക്കണ കുട്ടികളെ വരെ ഇവരെന്താ പറയുക, എന്തിനാ ഇയൊക്കെ സ്കൂൾക്ക് വരുന്നത്, എനിക്കൊക്കെ സ്കൂൾ നിർത്തിക്കൂടെ, എന്തിനാ പഠിക്കുന്നത്. അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ പരിഗണന എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കുട്ടികള് സ്കൂളിൽ പോയി അവിടുന്ന് ഇതേപോലെ ഹരാസ്മെന്റ് നേരിട്ടാല് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള കോലത്തിൽ സുരക്ഷിതമായ ചില പിന്നെ കൊലപാതകങ്ങൾ എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂലേ? ആലോചിച്ച് നോക്കി, സുരക്ഷിതമായി നിന്നുകൊണ്ട് ടീച്ചറാണ് കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞോ, ഇല്ല അങ്ങനെ പിന്നെ എന്നാലിന്നത് കണ്ടപ്പോൾ ശാസിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് ആ കുട്ടി
ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാൻ. കുട്ടിൻ്റെ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിന്നെ സ്റ്റേഷനിൽ കൊടുത്ത പരാതിക്ക് പുറത്ത് എന്തെങ്കിലും ഒരു നിയമ നടപടികൾ ഈ അധ്യാപകർക്കെതിരെ അത്തരം ആളുകൾക്കെതിരെ എടുത്തിട്ടുണ്ട്? ഒരു നിയമ നടപടിയും ഈ സമയം വരെ എടുത്തിട്ടില്ല. നമ്മളത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്കൂള് PTA കമ്മിറ്റി ഒരു 6 അംഗ സമിതിനെ അന്വേഷണത്തിന് നിയോഗിച്ചു. അവരുടെ കണ്ടെത്തൽ മാഷ്മാരെടുത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് പാരൻസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും എന്നെ 2 പാരൻറ്റ് വിളിച്ചപ്പോൾ ഇന്ന് പാരൻസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാനും ഭാര്യയും അതേപോലെ തന്നെ അനിയൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ 3 പേരും കൂടി പാരൻസ് മീറ്റിൽ പോയി. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഫ്രണ്ടിലിരുന്ന് പ്രിൻസിപ്പാൾ വന്ന് സ്വാഗതം പറഞ്ഞ് തുടങ്ങി. ഒരു വാക്ക് പോലും, എൻ്റെ മകൾ മരിച്ചിട്ട് ഏകദേശം ഒരു മാസം പൂർത്തിയാകാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആദ്യത്തെ പാരൻ്റ് മീറ്റാണ്. ആ പാരൻ്റ് മീറ്റിൽ ഒരു കുട്ടി ആ സ്കൂളിൽ നിന്ന് മരിച്ചു പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മൗന പ്രാർത്ഥന, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുശോചന വാക്ക് അതുപോലും പറയാതെ ആ ഒരു സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ച പ്രിൻസിപ്പാളെ നിലപാട് കണ്ടപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് സംസാരിച്ചു. ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരാണോ ഈ MESൻ്റെ പ്രിൻസിപ്പളായിട്ട് നിങ്ങൾ? ഒരക്ഷരം പോലും മിണ്ടില്ല. ഒരു അനുശോചനോ അല്ലെങ്കിൽ ഒരു മൗന പ്രാർത്ഥനയോ. ഒരു അക്കാദമിക് ഇയർ വിജയ ശതമാനം ഇത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് പബ്ലിക് എക്സാമിനെ കുറിച്ച് സംസാരിച്ചു. അത് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ അവിടെ വന്ന പാരന്റിനോട് എൻ്റെ മകൾക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം ഒരു മാഷ് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. ഒരു എക്സാം ആളുന്ന ഒരു കുട്ടീൻ്റെ അതിന് കോപ്പി അടിച്ച് പിടിച്ചു. ആ കോപ്പി അടിച്ച് എല്ലാവർക്കും മാനാഭിമാനം ഉണ്ടല്ലോ. ആ കുട്ടികളുടെ എല്ലാവരുടെ ഇടയിലിട്ട് മോളെ ഇൻസൾട്ട് ചെയ്യുക, എണീറ്റ് നിർത്തിക്കൊണ്ട് എല്ലാവരെ കൊണ്ടും ഫിദ കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം എക്സാം കോർഡിനേറ്റർ ആയിട്ടുള്ള ഓഫീസിൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് എന്താണ് ഇത്ര മാത്രം എൻ്റെ കുട്ടിയെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ ഓഫീസും ഈ സതീഷ് വർക്കും കൂടി എൻ്റെ കുട്ടീനോട് പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികം. നമ്മളൊക്കെ സ്വപ്നങ്ങൾ മക്കളാണല്ലോ. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സ്വപ്നം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടുള്ളത് എൻ്റെ ജീവനാണ്. ഞാനും എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അത്രമാത്രം അറ്റാച്ച്മെൻറ്റാണ് എനിക്ക്. കാരണം ഇനി ഒരു ഉപ്പമാർക്കും ഈ രീതിയിലേക്ക് സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോകരുത്. ഈ രീതിയിലേക്ക് മാഷുമാർ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്ത മാഷുമാരെ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള നടപടികളാണ് ഇനി വിദ്യാഭ്യാസ ബോർഡിലേക്ക്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക്, മനുഷ്യാവകാശ കമ്മീഷനിൽ അതിലേക്കൊക്കെ പരാതികൾ ഫോർവേഡ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ കാരണം. പോലീസിൻ്റെ നമ്മൾ 2-3 ആളുകളെ പേരുകൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ആ കുട്ടികളെ മൊഴി രേഖപ്പെടുത്താനോ മറ്റ് സംഗതികളോ പോലീസ് തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഈ ഒരു അനാസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ പോലീസിൻ്റെ ഭാഗത്ത് അങ്ങനെ അനാസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അതിന് ആരെയാണോ എവിടെയാണോ നമ്മൾ പരാതി നൽകേണ്ടത് വെച്ചാൽ അവിടെ പരാതി നൽകിക്കൊണ്ട് എൻ്റെ മകൾക്ക് നീതി കിട്ടണം. ആ നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ട രംഗത്ത് ഉണ്ടാവുക ആ ഒരു തീരുമാനമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും. എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും സജീവമായിട്ട് എൻ്റെ കൂടെയുണ്ട്. അവരും ഇതേപോലെ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ യാസർ പറഞ്ഞതുപോലെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നമ്മളെ കൂടെയുണ്ട്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഒരു മോള് ഈ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാവുന്ന തക്ക രീതിയിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഈ അധ്യാപകരെടുക്കേണ്ട ഒരു പണിയുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല. ഓലെ മുമ്പിൽ വരുന്ന ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ കുട്ടിയെ പരിഗണിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതില്ലാതെ പോയി എന്നുള്ളത് നമുക്കവിടെ ബോധ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് അതിൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് നിയമ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ കാരണക്കാരായ ആളുകൾക്കെതിരെ വകുപ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ നിയമത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തിലുള്ള ജനങ്ങളുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് തുടരും. ഇത് ഏകദേശം 1, 1, 2, 3 വാർത്തകൾ ഒതുങ്ങുന്നതല്ല. ശക്തമായ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ അവരുടെ ഉപ്പ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നീതി പുലർത്തുക എന്നുള്ളത് തന്നെയാണ് സാമൂഹിക ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെത്ര കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.